ഓപ്പറേഷൻ സിന്ദൂറിനെ നിസ്സാരവൽക്കരിച്ച് കോൺഗ്രസ്. പാകിസ്ഥാന് ഭാരതം നൽകിയ കനത്ത പ്രഹരത്തെ തോഡീസി ആക്ടിവിറ്റി എന്നാണ് കശ്മീരിലെ കോൺഗ്രസ് നേതാവ് വിശേഷിപ്പിച്ചത്. ഗുലാം അഹമ്മദ് മിറാണ് വിവാദ പരാമർശം നടത്തിയത്. നേരത്തെ ഖാർഗെയും സമാന രീതിയിൽ പ്രതികരിച്ചിരുന്നു. വിവരങ്ങളുമായി എസ് നന്ദഗോപൻ ചേരുകയാണ്. നന്ദഗോപൻ, ഈ കോൺഗ്രസ് നേതാവ് എന്ന് പറയുന്നത് അവിടുത്തെ ഒരു MLA കൂടിയാണ്. ഖാർഗെ പ്രതികരിച്ച അതേ രീതിയിൽ തന്നെ അതേ സ്വരത്തിൽ സംസാരിക്കുകയാണ് ഈ MLAയും ഈ കോൺഗ്രസ് നേതാവും. വിവരങ്ങൾ. നീലിമ, ഗുലാം അഹമ്മദ് മിർ അയാൾ ജമ്മുകാശ്മീരിലെ കോൺഗ്രസിന്റെ MLA ആണ്. മാത്രമല്ല കോൺഗ്രസിന്റെ സെൻട്രൽ വർക്കിംഗ് കമ്മിറ്റി അംഗമാണ്, മുതിർന്ന നേതാവാണ്. ഈ മുതിർന്ന നേതാവിന്റെ ഭാഗത്തു നിന്നുമാണ് ഓപ്പറേഷൻ സിന്ദൂറിനെ വില കുറച്ച് കാണുന്ന രീതിയിലുള്ള പരാമർശമുണ്ടായത്. പെഹൽഗാമിന് മറുപടിയായി ഭാരതം ഓപ്പറേഷൻ സിന്ദൂർ നടത്തിയപ്പോൾ കോൺഗ്രസ് നേതാക്കൾ ഉടനീളം അതിനെ വില കുറച്ച് കാണിക്കുവാനും അല്ലെങ്കിൽ അതിനെ രാഷ്ട്രീയ ലക്ഷ്യത്തോടുകൂടി അതിനെ ഇകഴ്ത്തി കാണിക്കുവാനുള്ള ശ്രമമാണ് പലപ്പോഴും ഉണ്ടാകുന്നത്. മല്ലികാർജ്ജുന ഖാർഗെ തന്നെയാണ് അതിന് തുടക്കമിട്ടത് എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയം. ഓപ്പറേഷൻ സിന്ദൂറിന്റെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്തുകൊണ്ട് കർണാടകയിലെ മറ്റൊരു MLA കൂടി രംഗത്തെത്തിയിട്ടുണ്ട്, കോദൂർ ജി മഞ്ജുനാഥ്. അയാളും സമാനമായ രീതിയിൽ ഈ ഓപ്പറേഷൻ സിന്ദൂറിനെ വില കുറച്ച് ഇകഴ്ത്തി കാണിക്കുന്ന രീതിയിലുള്ള പരാമർശം നടത്തി. ഇങ്ങനെ കോൺഗ്രസ് നേതാക്കൾ ഉടനീളം ഇത്തരത്തിൽ ഓപ്പറേഷൻ സിന്ദൂറിനെതിരെ രംഗത്ത് വരികയാണ്. ഓപ്പറേഷൻ സിന്ദൂർ തട്ടിക്കൂട്ടി യുദ്ധമെന്നായിരുന്നു മല്ലികാർജ്ജുന ഖാർഗെയുടെ പരാമർശം. സമാനമായ രീതിയിൽ എന്തോ കാട്ടിക്കൂട്ടി എന്ന തരത്തിലുള്ള പരാമർശമാണ് ഈ ഗുലാം അഹമ്മദ് മിറിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. മാത്രമല്ല നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ കർണാടകത്തിലെ ഒരു MLA ആയ കോദൂർ ജി മഞ്ജുനാഥ്, ഇയാളും പഹൽഗാം ആക്രമണത്തെ തുടർന്നുണ്ടായ ഈ ഓപ്പറേഷൻ സിന്ദൂറിനെ ഇകഴ്ത്തി കാണിക്കുവാനുള്ള ഭാഗം അല്ലെങ്കിൽ ഇകഴ്ത്തി കാണിക്കുവാനുള്ള അത്തരം പരാമർശങ്ങൾ ഇയാളും ഒരു പൊതുവേദിയിൽ നടത്തിയിരുന്നു. ഇങ്ങനെ കോൺഗ്രസ് നേതാക്കൾ ഉടനീളം ഇത്തരത്തിലുള്ള പരാമർശങ്ങളാണ് ഓപ്പറേഷൻ സിന്ദൂറിനെതിരെ നടത്തുന്നത് എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയം. പ്രത്യേകിച്ച് ഈ ഓപ്പറേഷൻ സിന്ദൂർ BJPക്കും അതേപോലെ തന്നെ ഭാരതത്തിന്റെ സൈനിക വിഭാഗത്തിനും ഒപ്പം തന്നെ സർക്കാരിനും ഒക്കെ തന്നെ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ഇടം അത് ജനങ്ങൾക്കിടയിൽ ലഭ്യമായി എന്നുള്ളത് വസ്തുതയാണ്. ആ വസ്തുതകൾ നിലനിൽക്കുമ്പോഴാണ് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ്, ബീഹാർ അടക്കമുള്ള തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് ഈ ഓപ്പറേഷൻ സിന്ദൂറിനെയും ഓപ്പറേഷൻ സിന്ദൂറിലൂടെ തന്നെ ഈ സൈന്യത്തിന്റെ പ്രവൃത്തിയെയും വില കുറച്ച് കാണിക്കുവാനുള്ള കോൺഗ്രസിന്റെ ശ്രമം ഉണ്ടായിരിക്കുന്നത്. നന്ദഗോപൻ, ഇതിൽ ഏറെ ശ്രദ്ധേയം എന്ന് പറയുന്നത് തന്നെ നമ്മൾ ഈ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം നമ്മുടെ സൈനിക ശക്തി വളരെ കൃത്യമായി ലോകരാജ്യങ്ങൾക്ക് ബോധ്യപ്പെട്ട ഒരു സാഹചര്യമാണ്. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ തന്നെ കോൺഗ്രസ് നേതാക്കൾ അതിനെ ഇകഴ്ത്തി കാണിക്കുകയും നമ്മുടെ ധീരരായ സൈനികരുടെ അവരുടെ സേവനത്തെ, അവർ ജീവൻ പണയം വെച്ചുകൊണ്ട് അവർ നടത്തിയ ഐതിഹാസിക പോരാട്ടത്തെയൊക്കെ ചെറുതാക്കി കാണിച്ചുകൊണ്ട് അങ്ങേയറ്റം പരിഹാസ്യമായ ഒരു രീതിയിലേക്ക് കോൺഗ്രസ് തന്നെ മാറുന്നതിൻ്റെ ഒരു ചിത്രമല്ലേ നമുക്ക് കാണാൻ കഴിയുന്നത് ഇപ്പോൾ? നിലിമ, ഓപ്പറേഷൻ സിന്ദൂറിന്റെ പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണെന്ന് പാകിസ്ഥാൻ തുറന്ന് സമ്മതിക്കുന്ന സാഹചര്യമുണ്ട്. പാകിസ്ഥാന് എത്രമാത്രം ഈ സിന്ദൂറിലൂടെ ഭാരതം വരുത്തി വെച്ചു എന്നുള്ളത് കൃത്യമായി തന്നെ പാകിസ്ഥാൻ വ്യക്തമാക്കിയതാണ്. മാത്രമല്ല ഭാരതത്തിന്റെ സൈനിക വിഭാഗങ്ങൾ വാർത്താ സമ്മേളനം വിളിച്ച് കൃത്യമായി തന്നെ വിവരിച്ചതാണ് ഏതെല്ലാം രീതിയിലുള്ള ഓപ്പറേഷനുകളാണ് നടന്നത്. ഈ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷമുള്ള തുടരെയുള്ള ദിവസങ്ങളിൽ കൃത്യമായി സൈനിക വിഭാഗവും അതേപോലെ തന്നെ മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സും ഒക്കെ തന്നെ വാർത്താ സമ്മേളനത്തിൽ ബോധ്യപ്പെടുത്തിയ ഈ പെഹൽഗാമിനെ തുടർന്ന് ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഭാരതം ലക്ഷ്യം വെച്ചത്. ആ ഓപ്പറേഷൻ സിന്ദൂർ എന്തായിരുന്നു ഭാരതത്തിന്റെ സൈനിക ഒക്കെ തന്നെ വ്യക്തമാക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ലോകത്തിലെ മുഴുവൻ ജനങ്ങൾക്കും അപ്പുറം ഭാരതത്തിലെ 140 കോടി ജനങ്ങൾക്കും മനസ്സിലാകുന്ന രീതിയിൽ വിവിധ മന്ത്രാലയങ്ങൾ വ്യക്തമാക്കിയതാണ്. എന്നാൽ അത് വ്യക്തമാകാത്ത ഓപ്പറേഷൻ സിന്ദൂറിനെ നിസ്സാരവൽക്കരിക്കുകയാണ് കോൺഗ്രസ്. പാകിസ്ഥാന് ഭാരതം നൽകിയ കനത്ത പ്രഹരത്തെ തോഡീസി ആക്ടിവിറ്റി എന്നാണ്, അങ്ങനെ ചെറുതാക്കി ചുരുക്കി കാണുകയാണ് കശ്മീരിലെ കോൺഗ്രസ് നേതാവ് ഗുലാം അഹമ്മദ് മിർ.